നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പട്ടിക്കൂട്ടവും പശുക്കൂട്ടവും. മലമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തെരുവ് പട്ടികളും അലഞ്ഞുതിരിയുന്ന പശുക്കൂട്ടവും മൂലം ജീവനക്കാരും രോഗികളും ഭീതിയിൽ. മഴക്കാലമായതിനാൽ കുട്ടികളുമായി എത്തുന്ന അമ്മമാരുൾപ്പെടെയുള്ള രോഗികളും ഇവിടുത്തെ ജീവനക്കാരും പട്ടി കടിക്കുമോ പശു കുത്തുമോ എന്ന ഭീതിയിലാണ്. ആംബുലൻസ് അടക്കം രോഗികളുമായി വാഹനങ്ങൾ വരേണ്ടതുള്ളതുകൊണ്ട് ഗേറ്റ് അടച്ചിടാൻ നിർവാഹമില്ലെന്നും പഞ്ചായത്ത് അധികൃതർക്ക് പരാതി കൊടുക്കാനിരിക്കെയാണെന്നും ജീവനക്കാർ പറഞ്ഞു. എന്നാൽ പശുക്കളെ മേയാൻ റോഡ് അടക്കമുള്ള പൊതുസ്ഥലങ്ങളിലേക്ക് അഴിച്ചുവിട്ടാൽ നിയമ നടപടിയെടുക്കുമെന്ന നോട്ടീസ് പശു വളർത്തുന്നവർക്ക് നൽകിയെങ്കിലും പശു ഉടമകൾ അത് കാര്യമായി എടുത്തില്ലെന്നതിന് തെളിവാണ് ഇതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. പണ്ടൊക്കെ തെരുവിൽ അലയുന്ന പശുക്കളെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിടാൻ പഞ്ചായത്ത് വക ആലയുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് ഓർമ്മ മാത്രമാണെന്നും പഴമക്കാർ പറഞ്ഞു. ഉത്തരവുണ്ടായിട്ടും അത് വകവയ്ക്കാതെ കാലികളെ പൊതുസ്ഥലങ്ങളിലേക്കും റോഡിലേക്കും അഴിച്ചുവിടുവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ പിടിച്ചുകെട്ടി ലേലം വിളിക്കാൻ നടപടിയും മറ്റ് നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാരി പറഞ്ഞു. പട്ടിശല്യത്തെക്കുറിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ട് 6 മാസം കഴിഞ്ഞെങ്കിലും നടപടിയായില്ലെന്നും പശുശല്യത്തിനെതിരെ പരാതി നൽകുമെന്നും ജീവനക്കാരും രോഗികളും പശുക്കളെയും പട്ടികളെയും പേടിച്ചാണ് ഇവിടെ കഴിയുന്നതെന്നും കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞു. റോഡിലൂടെ പശു അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതിനെപ്പറ്റി പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് നൽകിയിട്ടും വീണ്ടും റോട്ടിൽ പശുക്കൾ മേയുന്നുണ്ട്, അലയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പശുക്കളും പട്ടികളും വല്ലാത്ത ഉപദ്രവമായിട്ട് അവിടുത്തെ രോഗികളും ജീവനക്കാരും പറയുന്നു. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അവർക്കെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പശുവിനെ അഴിച്ചുവിടുന്നതിനെതിരെ അവർ വീണ്ടും അത് തുടരുകയാണെങ്കിൽ നമ്മൾ അടുത്ത നടപടി തുടർന്ന് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കും. അടുത്തത് പിഴയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് പശുവിനെ പിടിച്ച് കെട്ടിയിട്ട് ലേലം ചെയ്യുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും. അത് ഇവരിൽ നിന്നും അതിൻ്റെ അത്രയ്ക്ക് നടപടികളിലേക്ക് പോകേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർക്കെതിരെ ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ വാഹനങ്ങളും ആൾക്കാരും എല്ലാം പരാതി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ഷൻ എടുക്കേണ്ടി വരും. അല്ല, ഇത് അപകടം സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശുപത്രിയിൽ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പട്ടികളും പശുക്കളും അലയുന്നുണ്ട്. അപ്പോൾ രോഗികൾക്കും അവിടുത്തെ ജീവനക്കാർക്കും പശു കുത്തുവോ അല്ലെങ്കിൽ പട്ടി കടിക്കുമോ എന്നുള്ളൊരു ഭീതിയാണ്. അതിനെതിരെ എന്താണ് നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് മാഡത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നമ്മൾ ഉടൻ തന്നെ അത് നോക്കുന്നതാണ്. നോക്കി ബാക്കി അനന്തര നടപടി ഉടൻ സ്വീകരിക്കും. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പശുക്കളും പട്ടികളും വളരെ കൂട്ടായിട്ട് പലപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ജീവനക്കാർക്കും പിന്നെ വരുന്ന രോഗികൾക്കും ഭയങ്കര ഭീതി വരുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് നടപടി എടുത്തിട്ടുണ്ടോ, എന്താണ് നടപടി എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമസ്കാരം. ഞാൻ മലമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ് ജയപ്രസാദ്. ഇവിടെ പലപ്പോഴും ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് പട്ടികൾ. അത് പകൽ സമയത്ത് ആസ്പത്രിക്ക് അകത്തുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ വിജനമായ ഈ പരിസരങ്ങളിൽ മുഴുവനും ഈ പട്ടികളുടെ ഒരു ശല്യം തന്നെയുണ്ട്. ഇവർ ഈ കോമ്പൗണ്ട് സാധാരണ വിട്ട് പോകാറുമില്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ പഞ്ചായത്തിന് ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ
നമ്മുടെ ABC രീതിയിൽ പട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല പഞ്ചായത്തിനുണ്ട്. അത് ആ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ്. അത് ഇവിടെയും വേറൊരു റോട്ടിലൊക്കെ ആയിട്ടുള്ള പട്ടികളുടെ ശല്യം കൂടി വന്നപ്പോൾ കൊടുത്താണ്. നടപടികൾ കാര്യമായിട്ട് അതിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പശുവിൻ്റെ കാര്യത്തിൽ ഞങ്ങളിവിടെ ഒരു കാറ്റൽ ട്രാപ്പ് ഫ്രണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് ആ വഴി കയറാൻ പറ്റില്ല. പക്ഷേ ബാക്കിലുള്ള ഒരു ഗേറ്റും കൂടി ഇനി അതുപോലെ ചെയ്താലേ പശുവിൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കി കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് എടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ. ഈ കുട്ടികളുമായിട്ട് വരുമ്പോൾ ഈ പശുവിനെയും പട്ടീനെയും പേടിച്ചിട്ട് അമ്മമാർ കുട്ടികളെ പോളിയോ കൊടുക്കാനും മറ്റൊക്കെ വരുമല്ലോ. അതെ. അപ്പോൾ ഇതിനെതിരെ പഞ്ചായത്തിലേക്ക് പശുക്കൾക്കെതിരെ നടപടി കൊടുത്തിട്ടുണ്ടോ, പരാതി കൊടുത്തിട്ടുണ്ടോ? പശുക്കൾക്കെതിരെ ഒരു പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ല. കാരണം പശുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ കാറ്റൽ ട്രാപ്പ് തന്നെ ധാരാളമാണ്. പക്ഷെ അത് ഇപ്പോൾ നമ്മുടെ ഒരു പൈസ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് വെച്ചിട്ട് പാസ്സായി കിട്ടുന്ന പൈസ കൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രൊജക്റ്റിൽ ഞങ്ങൾ ഫ്രണ്ടിലൊരു കാറ്റൽ ട്രാപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ വഴി പശുവിന് കടക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇനി 2 ഗേറ്റ് കൂടിയുണ്ട്. അതല്ലോ രണ്ടും അടച്ചിടാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അതുവഴി ആൾക്കാർ പോവുകയും കുട്ടികൾ വരെയൊക്കെ ചെയ്യണ കാരണം. അപ്പോൾ അതിലും കൂടി ഇത് കാറ്റൽ ട്രാപ്പ് ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് പ്രോജക്റ്റിൽ ചെയ്താൽ ഈ കന്നുകാലിയുടെ ശല്യം ഒഴിവായി കിട്ടും. പക്ഷേ പട്ടികളുടെ കാര്യത്തിൽ അത് എന്തായാലും അത് പിടിച്ചുകൊണ്ട് പോവുക തന്നെ വേണം. അല്ലാണ്ട് വേറെ ഇത് സാധാരണ ഇവിടെ നിന്ന് പട്ടികൾ ഒഴിവായി കിട്ടുമെന്ന് തോന്നുന്നില്ല.